തലവേദന മാറാൻ കുറച്ച് സമയം എടുക്കും. അതിനെ നോക്കി സീനൊക്കെ അതേ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. ഭംഗിയായിട്ട് സീൻ തൂക്കിയിട്ടുണ്ട്. ലാലേട്ടനും അടിച്ചു പൊളിച്ച് ഒന്നും പറയാനില്ല, കിടുകനായിരുന്നു പടം. 100 കോടി കയറുമെന്ന് അറിയത്തില്ല, പക്ഷേ ലോജിക്കില്ലാതെ വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. ലോജിക്ക് വെച്ച് കണ്ട ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. പടം നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ സ്റ്റഫുള്ള പടമാണ്. ഇല്ല, നമുക്ക് ഒരൊറ്റ തവണ കണ്ടിരിക്കാം. അതായത് റീസെന്റ് ചെയ്തിട്ടുള്ള പടങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം പുള്ളിക്കാരനും മെനക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോജിക് ഒന്നും നോക്കാതെ വന്ന് ചില്ലായിട്ട് കണ്ടുപോവാ. അതേ നോക്കി സീനൊക്കെ അതേ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. ഭംഗിയായിട്ട് തന്നെ സീൻ തൂക്കിയിട്ടുണ്ട്. ലാലേട്ടനും അടിച്ചു പൊളിച്ച് ഒന്നും പറയാനില്ല, കിടുകനായിരുന്നു പടം. നല്ല സിനിമയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ പറയാനുള്ള കാര്യങ്ങൾ പുള്ളി വീണ്ടും പറഞ്ഞെന്നുള്ളൊരു കാര്യം സംഭവം. പക്ഷെ എല്ലാവർക്കും ഉള്ള ട്രോള് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ വേറെ അതിനകത്ത് പറയണത് പോലെ തന്നെ ഇതല്ല, ലോജിക്കുള്ളതല്ല. പക്ഷെ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. പിന്നെ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയാണ്. ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയാണ്. മോഹൻലാൽ പറഞ്ഞ പോലെ ലോജിക്കൊന്നുമില്ല, ചുമ്മാ ഇരുന്ന് കണ്ടിട്ട് പോവാം. മോഹൻലാൽ തൂക്കിന്ന് പറയാം. തൂക്കിയൊന്നുമില്ല, കുഴപ്പമില്ലായിരുന്നു. എന്നാലും മോഹൻലാൽ കൊള്ളാം. സൂപ്പർ. ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. കൊള്ളാം. ഒരു കംബാക്ക് ആണ് ദിലീപിന്റെ. ഞാനും തിയേറ്റർ ഒരു ട്രെയിലർ ബാക്കി എല്ലാം കണ്ടിട്ട് വന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 100 കോടി കയറുമോ ക്ലബില്? മേ ബി. എന്താ തോന്നുന്നത്? ദിലീപിന്റെ ഒരു തിരിച്ചുവരവായിട്ട് തോന്നുന്നു, ഒരു കംബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് പിന്നെയും റിപ്പീറ്റ്ലി വാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവിയാണോ? അല്ലല്ലേ. എങ്ങനെയുണ്ടായിരുന്നു പടം നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ സ്റ്റഫുള്ള പടമാണ്. പിന്നെയും വാച്ച് ചെയ്യാൻ പറ്റത്തില്ല? ഇല്ല, നമുക്ക് ഒരൊറ്റ തവണ കണ്ടിരിക്കാം. ദിലീപിന്റെ കംബാക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് റീസെന്റ് ചെയ്തിട്ടുള്ള പടങ്ങൾ വെച്ചിട്ട് അത്യാവശ്യം പുള്ളിക്കാരനും മെനക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ആ ഒരു എൻട്രി ഒക്കെ ക്യാമിയോ അത്യാവശ്യം വർക്കായി. കാര്യം ആ ഒരു സമയത്തൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് ആയിരിക്കും. മോഹൻലാലും ദിലീപും കൂടെ ചേരുമ്പോൾ ആ ഒരു കോംബോ എങ്ങനെ വർക്കൗട്ട് ആവുന്നത്? കോംബോ നമുക്ക് ക്രിസ്ത്യൻ ബ്രദേഴ്സ് പോലെ ഒന്നും വർക്കായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. ഈ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ മ്യൂസിക്കും കുറച്ച് ഒരു വീക്കായിട്ട് തോന്നി. അതെ, ബാക്കി മേക്കിംഗ് സെറ്റ് ആണ്. പിന്നെ VFX കുറച്ച് ഡൗട്ടാണ്, അറിയില്ല. ഇതിൻ്റെ അകത്ത് അതായത് ഒരു മാഷപ്പ് പോലെയാണ് ശരിക്കും പറയുന്നത്. സ്പൂഫ് പരിപാടിയാണ് ഇതിൻ്റെ അകത്ത്. എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അങ്ങനെയല്ല, ഇവരെ റെഫറൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് പല മൂവി പല ക്യാരക്ടർ വെച്ചിട്ട്. അതെ, പാട്ട് കുറച്ച് 3-4 സോങ്സ് റെട്രോ സോങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോടി കയറുമെന്ന് അറിയത്തില്ല, പക്ഷേ ലോജിക്കില്ലാതെ വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. ലോജിക്ക് വെച്ച് കണ്ട ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ അടിപൊളിയായിരുന്നു. അവരുടെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. മോഹൻലാൽ തൂക്കി അടിപൊളിയായിരുന്നു. ദിലീപ് തൂക്കിയോ? ദിലീപ് തൂക്കി. അടിപൊളി. തലവേദന മാറാൻ കുറച്ച് സമയം എടുക്കും. പടം പൊളിയായിരുന്നു. ലോജിക് ഒന്നും നോക്കാതെ വന്ന് ചില്ലായിട്ട് കണ്ടുപോവാ. ഞങ്ങൾ എൻജോയ് ചെയ്ത് നല്ലോണം. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. പാട്ട് ഓക്കെ.